ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി ഞങ്ങളെ ഉണർത്തുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 29-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഓരോ പ്രവൃത്തിയും അങ്ങയോട് ചേർന്ന് നിന്ന് ചെയ്യുവാനുള്ള കൃപ തരണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ അങ്ങ് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനം ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു താൻ നാണയങ്ങൾ ഏൽപ്പിച്ചിരുന്നവരെ വിളിച്ച് കണക്ക് തീർക്കുന്ന പശ്ചാത്തലം. 10 നാണയം കിട്ടിയവനും 5 നാണയം കിട്ടിയവനും അത് വർദ്ധിപ്പിച്ചത് തങ്ങളെ പരിഗണിച്ചതുകൊണ്ടുള്ള നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടുമാണ്. അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ഓരോ ദിവസത്തെയും ജീവിതം കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ പരിഗണനയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും എങ്ങനെ കർത്താവിനെ സന്തോഷിപ്പിക്കാം, നന്ദി പറയാം എന്ന ചിന്ത നമ്മിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ നമ്മളും അനുഗ്രഹീതരാകും, നമ്മുടെ ആയുസ് വർദ്ധിക്കും. കർത്താവെ, ഓരോ നിമിഷത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.